ഒരു ഇൻഡസ്ട്രിയൽ പ്ലാന്റിലെ ഓരോ കെമിക്കലിനും ഒരു സീക്രട്ട് ഫയലുണ്ട്. ആ ഫയലാണ് നിങ്ങളോട് പറയുന്നത് ആ കെമിക്കലിനെ കുറിച്ച്. ആ കെമിക്കൽ നിങ്ങളുടെ സ്കിന്നെ ബേൺ ആക്കുവോ, നിങ്ങളുടെ ഐ ബ്ലൈൻഡ് ആക്കുവോ, വാട്ടറുമായിട്ട് ചേർന്ന് അത് പൊട്ടിത്തെറിക്കുവോ, അതോ ഒരു സ്ഫോടനം വരെ ഉണ്ടാക്കുവോ എന്ന്. ആ രഹസ്യ ഫയലിന്റെ പേരാണ് SDS, സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഓർ മെറ്റീരിയൽ സേഫ്റ്റി ഡാറ്റ ഷീറ്റ്, MSDS എന്ന് പറയും. അപ്പോ ഈ പേപ്പർ എന്ന് പറയുന്നത് ഒരു 6 പേജുള്ള 16 സെക്ഷൻസ് ആയിട്ട് ഒരു കെമിക്കലിന്റെ ഡിസ്ക്രിപ്ഷൻസിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള ഒരു പേപ്പറാണ്. അപ്പൊ നമുക്ക് തോന്നും, ഓ എന്ത് ബോറിംഗ്, അത് കുറെ ഉണ്ടല്ലോ, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കി എന്ന് പഠിക്കാനാണ്. പക്ഷേ ആ ഒരൊറ്റ ഡോക്യുമെന്റിന് നിങ്ങളുടെ ലൈഫ് സേവ് ചെയ്യാനുള്ള എൻറ്റയർ ഇൻഫോർമേഷൻ കാണും. സേഫ്റ്റി ഡാറ്റ ഷീറ്റ് ഒരു കെമിക്കലിന്റെ എൻറ്റയർ ലൈഫ് സ്റ്റോറി ഇൻ 16 സെക്ഷൻസ്. ഒരു കെമിക്കൽ ഒരു മനുഷ്യനാണെന്നുണ്ടെങ്കിൽ SDS അതിന്റെ ആധാർ കാർഡാണ്, അതിന്റെ മെഡിക്കൽ ഹിസ്റ്ററിയാണ്, അതിന്റെ എൻറ്റയർ ക്രിമിനൽ റെക്കോർഡാണ്. ഈ ഡോക്യുമെന്റ് നിങ്ങൾക്ക് പറഞ്ഞു തരും ആ കെമിക്കൽ എന്താണ്, ആ കെമിക്കലിനെ എങ്ങനെ സുരക്ഷിതമായി സംരക്ഷിക്കണം, ആ കെമിക്കൽ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു പാളിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതേപോലെ തന്നെ ഒടുവിൽ അതിനെവിടെ ഡിസ്പോസ് ചെയ്യണമെന്ന് വരെ. ഒരു യഥാർത്ഥ ഇൻഡസ്ട്രിയൽ പ്ലാന്റിനകത്ത് ഇത് വെറും ബോറിംഗ് പേപ്പർ അല്ല, ഇതൊരു ഓപ്ഷണൽ ഡോക്യുമെന്റും അല്ല, പക്ഷേ ഒരു സേഫ്റ്റിയുടെയും ഒരു എമർജൻസി കോളുടെയും തമ്മിലുള്ള വ്യത്യാസമാണ്. OSHA ഇത് നിർബന്ധമാക്കുന്നു, GHS ഇതിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നു. അപ്പോ നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കണം. നിങ്ങൾ ഒരു കെമിസ്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു കെമിക്കൽ എന്തൂസിയാസ്റ്റ് ആണ്, നിങ്ങൾ കെമിക്കൽസിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിഞ്ഞിരിക്കാൻ ക്യൂരിയസ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഈ സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഈ വീഡിയോനകത്ത് നമ്മൾ MSDSന്റെ 16 സെക്ഷൻസിനെയും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും.